സമൂഹം യുഎഇയുടെ മികച്ച സാമൂഹിക സാമ്പത്തിക സ്തംഭങ്ങളിലൊന്നായി മാറിയതായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് യുഎഇ വാർത്താ ഏജൻസിയായ വാമിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ളത് GCC രാജ്യങ്ങളിലാണ്. അതിൽ യുഎഇയിൽ മാത്രം 3.5 ദശലക്ഷം ഇന്ത്യക്കാരുണ്ട്. യുഎഇയുടെ വളർച്ചയിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെക്കുറിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾ മാത്രമല്ല എല്ലാ ഇമറാത്തികളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് സമൂഹങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും മുതൽക്കൂട്ടായി മാറുമെന്നും സഞ്ജയ് സുധീർ പറഞ്ഞു. യുഎഇയിലെ ആദ്യത്തെ ഹോളി ഖുറാൻ TV ചാനൽ വെള്ളിയാഴ്ച സംപ്രേഷണം ചെയ്യും. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശത്താൽ ഷാർജ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയാണ് ചാനൽ സംപ്രേഷണം ചെയ്യുന്നത്. ഖുറാനുമായി ബന്ധപ്പെട്ട മതപരമായ പരിപാടികളാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചാനൽ സംപ്രേഷണം ചെയ്യുക. ഗസ വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഇന്ന് ദോഹയിൽ തുടക്കമാകും. ഇസ്രായേൽ, ഖത്തർ, അമേരിക്ക, ഈജിപ്ത് മധ്യസ്ഥ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് ദോഹയിൽ ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാതെ വെടിനിർത്തൽ വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വംശഹത്യ, മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി. ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് 9 പേർക്കുമെതിരെയാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അന്വേഷണം ആരംഭിച്ചത്. രാജ്യത്ത് നടന്ന ബഹുജന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പരാതിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കിടെ നടന്ന ആക്രമണത്തിൽ 560 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. രാജ്യത്ത് മതേതര സിവിൽ കോഡ് വേണമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ നിലവിലെ സിവിൽ കോഡ് ഭിന്നിപ്പിക്കുന്നതാണെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഭരണഘടനാ ശില്പി അംബേദ്കർ എഴുതിയ സിവിൽ കോഡുകൾ എങ്ങനെ മതപരമാകുമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ചോദിച്ചു. കേരള തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകും. ഈ മാസം 19 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴ കൂടാതെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്.